നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി മലയാളികൾക്ക് വളരെ കോമൺ ആയിട്ട് അറിയുന്ന ഒരു വേർഡാണ് ന്യൂമോണിയ. ചെസ്റ്റിൽ ഇൻഫെക്ഷനാണ്, കഫക്കെട്ടാണ്, ന്യൂമോണിയ ആയിട്ട് അഡ്മിറ്റായി എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ഒരു പേഷ്യന്റ് മരിച്ചു പോവുകയാണ്, ഒരു രോഗി വേണ്ടപ്പെട്ട ആൾ മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്നതാണ് അവസാനം കടുത്തൊരു ന്യൂമോണിയ വന്നു, അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെയായത്. അത്രയും പ്രശ്നമാണ് ശരിക്കും ന്യൂമോണിയ. അതോ നിങ്ങൾ പല ആൾക്കാരും പറയുന്ന പോലെ ഇത് ഹോസ്പിറ്റലിൽ ചമച്ച് കിട്ടുന്ന ഒരു വ്യാജ പ്രചരണമാണോ ന്യൂമോണിയ എന്നൊരു കൺസെപ്റ്റ്? ഒരിക്കലും അല്ല. ഇപ്പോഴത്തെ കാലത്ത് എന്തുകൊണ്ട് ഇത് കോമൺ ആണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊല്യൂഷൻ തന്നെയാണ് മേജർ ഇഷ്യൂ. അതായത് മെട്രോ സിറ്റികളിലൊക്കെ ഉയർന്നു വരുന്ന പൊല്യൂഷന്, പിന്നെ ഗ്ലോബൽ വാർമിങ്, ഇതെല്ലാം നമ്മുടെ ലങ്സിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സർഫസ് ഏരിയ ഉള്ളതും ഏറ്റവും കൂടുതൽ ശ്വാസം വലിച്ചെടുക്കുന്നതും ചെല്ലുന്ന പുറത്തത്തെ എൻവയോൺമെൻ്റ് ആയിട്ടുള്ള എക്സ്പോഷർ കിട്ടുന്നത് നമ്മുടെ ലങ്സ് തന്നെയാണ്. രണ്ടാമത്തത് നമ്മുടെ ന്യൂട്രീഷൻ്റെ ഇഷ്യൂ. നമ്മൾ ചപ്പും ചവറെല്ലാം വാരി തിന്നുന്ന ആൾക്കാരാണ്. ഇപ്പോഴത്തെ ഫുഡിൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. പണ്ടത്തെ പോലെ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് നിറഞ്ഞ ഫുഡോ ഫൈബർ റിച്ച് ഫുഡോ അല്ലെങ്കിൽ കൂടുതൽ വൈറ്റമിൻസോ അല്ലെങ്കിൽ കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡോ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അല്ല ഇപ്പോൾ നമ്മൾ കൂടുതലും കഴിക്കുന്നത്. രണ്ടാമത്തെ റീസൺ അതാണ്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഒബിസിറ്റിയും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുമാണ്. അതായത് നമ്മുടെ ഇപ്പോൾ വണ്ണം കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ ലങ് ബ്രീത്തിങ് കപ്പാസിറ്റിയും ലങ്സിനകത്ത് ഓക്സിജൻ സ്റ്റോർ ചെയ്യുന്നതും എക്സ്ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കപ്പാസിറ്റി വളരെ അധികമായിട്ട് വ്യത്യാസം വരാറുണ്ട്, അതായത് കുറഞ്ഞു വരാറുണ്ട്. വൺസ് ഹൈ വിറുലൻ്റ് ആയിട്ടുള്ള ഒരു വൈറസോ ഒരു ബാക്ടീരിയ വന്നു കഴിഞ്ഞാൽ അത് ന്യൂമോണിയ ആയിട്ട് വരാനുള്ള റിസ്ക് പ്രായമായ ആൾക്കാരിലും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കൊക്കെ വളരെ കോമൺ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ന്യൂമോണിയ വരുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു, ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കുന്നു, പോകുന്നു എന്നുള്ളതല്ലേ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം വാക്സിനാണ് ഏറ്റവും നല്ല ഒരു പ്രിവെൻറ്റീവ് മെത്തേഡ് എന്നുള്ളത്? ന്യൂമോകോക്കൽ വാക്സിൻ ഉദാഹരണത്തിന് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. PCV20 എന്ന് പറയുന്ന പുതിയൊരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ന്യൂമോണിയയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു സിംഗിൾ ഡോസ് എടുത്തു കഴിഞ്ഞാൽ മതി, നമുക്ക് ലൈഫ് ലോങ് പ്രൊട്ടക്ഷനാണ്. അത് എല്ലാവർക്കും ഒന്നുമില്ല, 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ചെറിയ പ്രായത്തിലുള്ള ആൾക്ക് എടുക്കാം, പക്ഷേ അവർക്ക് എന്തെങ്കിലും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോ എന്തെങ്കിലും മാരകമായ രോഗങ്ങൾക്ക് അടിമയോ അല്ലെങ്കിൽ കിഡ്നി ഇഷ്യൂസ്, ഹാർട്ട് ഇഷ്യൂസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കും എടുക്കാം. നിങ്ങൾ പറയും വാക്സിൻ കുറേ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്, ഫാർമ കമ്പനിയുടെ പരിപാടിയാണ്, ലൂട്ടിംഗ് ആണ്, കൊള്ളയടിക്കുന്നതാണ്. കാരണം ഒരു വാക്സിൻ തന്നെ 5000 മുതലും 6000, 7000 വരയ്ക്കും റേറ്റ് വരുന്നുണ്ട് എന്നൊക്കെ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹെൽത്ത് ഇൻഷുറൻസ് എത്ര പേര് എടുക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസിന് ഒരു വർഷം അടയ്ക്കുന്ന പ്രീമിയം എന്ന് പറയുന്നത് 5000 മുതൽ 15000, 20000 വരെ അടയ്ക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ലൈഫ് ടൈമിൽ തന്നെ ഒരു വാക്സിൻ 5000 രൂപയ്ക്ക് എടുക്കുന്നുണ്ട്. എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ ഏറ്റവും നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ടുള്ള വാക്സിൻ ഉള്ളപ്പം നമുക്ക് എന്തിനാണ് വാക്സിനെ ഒഴിവാക്കേണ്ട ആവശ്യം? നമ്മുടെ ഹ്യൂമൻസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ പല അസുഖങ്ങൾക്ക് പ്രിവെൻഷനും കൂടി വേണ്ടിയിട്ടാണ്, ബെറ്റർ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്.